തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ മന്ത്രി റിയാസിനോട് വിശദീകരണം തേടി കോഴിക്കോട് ജില്ലാ കളക്ടർ. ഇടതു സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിക്കിടെയാണ് മന്ത്രി ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇന്നലെ നടത്തിയ ഒരു കായിക സംവാദ വേദിയിലാണ് ഒരു പ്രഖ്യാപനം എന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് ഒരു കാര്യം പറഞ്ഞത്. അതായത് കോഴിക്കോട് ജില്ലയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷം ആലോചനയിലാണ്, അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് മുഹമ്മദ് റിയാസ് ഈ പ്രസംഗത്തിൽ പറഞ്ഞത്. ഈ പ്രസംഗത്തിന്റെ വീഡിയോ സഹിതമുള്ള സന്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും ഒക്കെ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും UDFും BJPയും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ മുഹമ്മദ് റിയാസിനോട് വിശദീകരണം നേടിയിട്ടുള്ളത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി മനസ്സിലായിട്ടുണ്ടെന്നും എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടെങ്കിൽ 7 ദിവസത്തിനകം വിശദീകരണം നൽകണം എന്നുമാണ് ജില്ലാ കളക്ടർ മുഹമ്മദ് റിയാസിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രസംഗം ലൈവായി ചിത്രീകരിച്ചുകൊണ്ടിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫോട്ടോഗ്രാഫറെ, വീഡിയോഗ്രാഫറെ ഈ മുഹമ്മദ് റിയാസ് ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രസംഗം നടത്തിയതിനു ശേഷം ഇളമരം കരീം, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ LDF സ്ഥാനാർത്ഥിയായ ഇളമരം കരീം ഇടപെട്ടുകൊണ്ട് അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും വലിയ വിവാദത്തിലേക്ക് വഴിതെളിച്ചു. അതായത് കോഴിക്കോട് ജില്ലയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ ഇടതു സർക്കാർ തീരുമാനിച്ചതായി നിങ്ങളെ അറിയിക്കുകയാണ് എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞ തൊട്ടടുത്ത നിമിഷമാണ് ഇളമരം കരീം ഇടപെട്ടുകൊണ്ട് ഇത് ചിത്രീകരിച്ച വീഡിയോഗ്രാഫറെ സ്റ്റേജിന്റെ പുറകിലേക്ക് കൊണ്ടുപോയത്. അരമണിക്കൂർ ശേഷമാണ് പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ വലിയ വിവാദത്തിലേക്ക് നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ മുഹമ്മദ് റിയാസിനോട് വിശദീകരണം തേടിയിട്ടുള്ളത്. BJPയും UDFും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ താൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ല എന്ന മറുപടിയാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. അതായത് മുൻപേ കായിക മന്ത്രി നടത്തിയിട്ടുള്ള പ്രഖ്യാപനമാണ്, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു. എന്നാൽ UDFും BJPയും ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ വീഡിയോഗ്രാഫറെ പുറകിലേക്ക് കൊണ്ടുപോയതെന്ന് UDF ആരോപിക്കുന്നു. ഈ വീഡിയോഗ്രാഫറെ സ്റ്റേജിന്റെ പുറകിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നൊരു ആരോപണവും UDF മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് NDAയുടെ ചെയർമാനായിട്ടുള്ള BJP ജില്ലാ പ്രസിഡന്റ് VK സജീവനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല അതോടൊപ്പം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ NDA സ്ഥാനാർത്ഥി MT രമേശ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഈ ഫോട്ടോഗ്രാഫറെ വേദിയിൽ നിന്നും മാറ്റി പുറകിലേക്ക് കൊണ്ടുപോയത് ക്രിമിനൽ കുറ്റമാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കേസെടുക്കണമെന്നും NDA കോഴിക്കോട് പാർലമെന്റ് സ്ഥാനാർത്ഥി MT രമേശ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. ചൂടേറിയ ചർച്ചകളാവുകയാണ്. അതിലൊരു മന്ത്രി തന്നെ നേരിട്ട് ഭാഗവാക്കായിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നാളെയും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും NDAയും UDFും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത് പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ്, അത് നടത്താൻ പാടില്ല, ആളുകളെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് NDA ആരോപിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇളമരം കരീമും പറഞ്ഞിട്ടുള്ളത് അതൊരു പ്രഖ്യാപനമല്ല, ഈ ആളെ ഫോട്ടോഗ്രാഫറെ ഇടപെട്ട് മാറ്റിയത് ആ ഫോട്ടോഗ്രാഫർ അവിടെ നിന്ന് സംസാരിച്ചത് കൊണ്ടാണ്, മന്ത്രിക്ക് പ്രസംഗിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അയാളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചത് എന്നാണ് ഇളമരം കരീം പറഞ്ഞത്. എന്നാൽ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യത്തിലൊന്നും ഈ ആൾ, വീഡിയോ എടുക്കുന്ന ആൾ ആരുമായി സംസാരിക്കുന്നതായിട്ട്